അല്ല, ഞങ്ങൾ പരാജയം അംഗീകരിച്ചല്ലോ. സ്വാഭാവികമായിട്ടും പുതിയ ഗവൺമെൻറ് വരാൻ പോവാണ്. ഗവൺമെൻറ് വരുമ്പോൾ ആ ഗവൺമെൻറ്റിന് സ്വാഭാവികമായിട്ടൊരു പ്രതിപക്ഷ മര്യാദയോടുകൂടിയുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. അവർ മുമ്പ് ചെയ്തതുപോലെ സത്യപ്രതിജ്ഞ ഉൾപ്പെടെ ബഹിഷ്കരിക്കുന്ന നിലയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ഭരണത്തെയും ഭരണ സംവിധാനത്തെയും വികസനത്തെയും ഒന്നും അംഗീകരിക്കില്ല എന്നുള്ള നിലപാട് അവർ സ്വീകരിച്ചിരുന്നത്. ഞങ്ങളുടെ നിലപാട് സ്വീകരിക്കില്ല. അതുകൊണ്ട് ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷം എന്ന രീതിയിലാണ്. ശരിയായതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കും, തെറ്റായതിനെ ശക്തിയായ രീതിയിൽ വിമർശിക്കും. എന്നിട്ട് തിരുത്തി മുമ്പോട്ടേക്ക് പോകാൻ ആവശ്യമായ രീതിയിലുള്ള പ്രതിപക്ഷം എന്ന നിലയിലുള്ള പിന്തുണ ഈ ഗവൺമെന്റിന് ഞങ്ങൾ. പക്ഷേ പ്രതിപക്ഷ നേതാവായിട്ട് സഖാവ് പിണറായിയെ തീരുമാനിച്ചത് ഏകണ്ഠമായിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഏകണ്ഠമായി, പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും ഏകണ്ഠമായിട്ട്. അത് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്ത് എന്നുള്ള വിവരം കിട്ടിയ ഉടനെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നു. അതുപോലെ തന്നെ അതിനിടയിൽ PB യോഗം ചേർന്നു. തുടർന്ന് സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നു. കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്.